ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വൈകും എന്നതാണ്. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന ഫലം വരാൻ 1 മാസം കൂടി വേണം. അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി കൂടുതൽ സമയം നൽകി. അതേസമയം UDF കാലത്തെ വലിയ ആരോപണമായി സർക്കാർ വൃത്തങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച അന്നത്തെ കൊടിമരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ആ കേസിലും തീർപ്പ് ഇന്നുണ്ടായിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി ഉണ്ടാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ കുറ്റപത്രം വൈകും എന്നതിനോട് എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ സാഹചര്യങ്ങൾ ചേർക്കാൻ കഴിയും ബിനിൽ? രതീഷ്, സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകും എന്നതുകൊണ്ടാണ് സ്വർണ്ണ കൊള്ളക്കേസിലെ കുറ്റപത്രവും വൈകുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെട്രോളജിക്കൽ ലാബോറട്ടറിയിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികളുടെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ SIT അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ അവസാന ആഴ്ചയോടുകൂടി മാത്രമേ ഇതിന്റെ അന്തിമ ഫലം ലഭ്യമാകുകയുള്ളൂ എന്നതാണ്. അക്കാര്യമാണ് ഇന്ന് SIT ഹൈക്കോടതി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മെയ് 18-ലേക്കാണ് സ്വർണ്ണക്കൊള്ളക്കേസ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം വോട്ടെണ്ണലിനും ശേഷമേ ഈ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ UDF ആശ്വാസമാകുന്നുണ്ടല്ലോ, അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമാകുന്നുണ്ടല്ലോ. ഈ കൊടിമരത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്, അതിലെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടിന് തെളിവില്ല എന്ന് വിജിലൻസ് തന്നെ വ്യക്തമാക്കുന്ന ആ സാഹചര്യത്തിൽ ആ കേസ് കൂടി ഹൈക്കോടതി അവസാനിപ്പിക്കുകയല്ലേ? രാഷ്ട്രീയമായി അതെങ്ങനെ പ്രതിഫലിക്കും? രതീഷ്, രാഷ്ട്രീയമായി UDF-ന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ കാലത്ത് വെച്ച ഭരണസമിതിയുടെ സമയത്ത് നടന്ന സ്വർണ്ണ കൊടിമര പുനഃപ്രതിഷ്ഠ, അതിൽ സ്വർണം സംഭാവന ചെയ്തവരുണ്ട്. അവരുടെ കണക്കുകൾ എവിടെ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കമുള്ള താരനിരകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 22 പേരെയാണ് ഇത് സംബന്ധിച്ച് നേരിട്ട് വിജിലൻസ് കണ്ടു ചോദിച്ചത്. ഇവർ നൽകിയ സ്വർണത്തിന്റെ കണക്ക് ദേവസ്വത്തിലുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഇതിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കഴിയുന്ന വകുപ്പുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ആ കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2025-ലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇന്ന് ഹൈക്കോടതിയിൽ SIT അറിയിച്ചത്. 20 സാക്ഷികളെ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്ത് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ PS പ്രശാന്തിന്റെ കാലത്തെ ദേവസ്വം ബോർഡിലേക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കർണാടകയിലെയും ആന്ധ്രയിലെയും ക്ഷേത്രങ്ങളിലടക്കം പരിശോധന നടത്തി അവിടെ നിന്നുള്ള തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി SIT ഇന്ന് ഹൈക്കോടതി അറിയിച്ചു.